നേരത്തെ സലീമേട്ടൻ CID മൂസയുടെ ഒരു സംഭവം പറയാൻ വന്നപ്പോഴാണ് ഈ CID മൂസയിൽ തമാശക്കാരുടെ പെരുന്നാളാണ്. അതായത് അമ്പിളിച്ചേട്ടൻ മുതലും കൂടെ തുടങ്ങിയാൽ അനീഫ്കയാണെങ്കിൽ എല്ലാ തമാശയ്ക്കും ചിരിക്കുകയും ചെയ്യും. ഇത് എല്ലാവരും കോൺട്രിബ്യൂട്ട് ചെയ്യും, ആരും മോശക്കാരല്ല ഇതിനകത്ത്. പക്ഷേ ഇദ്ദേഹമുള്ള എനിക്കൊരു അനുഗ്രഹമായിരുന്നു. കാരണം ഇദ്ദേഹം വെറുതെ അത് കൊള്ളത്തില്ല അല്ല അനീഫ്ക അത് വേണ്ട എന്ന് പറയാനുള്ളൊരു ഇതല്ല. പക്ഷെ എല്ലാ സീനിലും ഭ്രാന്തനില്ല. ഭ്രാന്തനില്ലാത്ത സീനിൽ ഞാൻ ഇക്കോട്ടൊന്ന് വട്ടം ഇട്ടിട്ടുണ്ട്. അതെ, കാരണം ഒന്നും എടുക്കാനും വല്ല ചിലർക്കുണ്ടല്ലോ അവരുടെ സജഷൻ എടുത്തില്ലെങ്കിൽ വിഷമം. പക്ഷേ ഈ അനീഫ്ക എന്ന് പറഞ്ഞ അനീഫ്ക ഓക്കെ ആണ് അനീഫ്ക എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളോട് സപ്പോർട്ടീവായിരുന്നു. അത് ഒരു അപ്പം ഈ കോമഡിയുടെ നമ്മുടെ അനീഫ്കയുടെ പ്രശ്നം നമുക്കൊരിക്കലും ഏതാണ് എടുക്കേണ്ടതെന്നുള്ളത് അനീഫ്കയുടെ പ്രശ്നത്തിൽ ഒരിക്കലും തീരുമാനം എടുക്കാൻ പറ്റില്ല. തിരിച്ചു കളയും. അനീഫ്ക ചിരിച്ചു ഇനി ഓക്കെ എന്ന് പറയും. ഇപ്പം മുമ്പേ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞ ഇതിനകത്ത് വേറെ കാര്യം, ഞാൻ ഈ നമ്മുടെ ഈ അനീഫ്കയുടെ ഉമ്മ മരിക്കുന്ന ഒരു സംഭവം ഞാൻ 1-2 സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളൂ, എന്നാലും പറയാം. അതായത് മൂസയുടെ ഏറ്റവും വലിയ ഒരു സ്ലാപ്സ്റ്റിക്കാണ് ഈ പറഞ്ഞ പോലെ. ഈ മുകളിലോട്ട് പോകുമ്പോൾ സലീം ചുറ്റി വെച്ച് അടിക്കുന്നു, താഴോട്ട് വീഴുന്നു, വലിവണ്ടി, അങ്ങനത്തെ കുറെ പ്രശ്നങ്ങളുണ്ട്. പാട്ടിന്റെ അത് ഈ സ്ലാപ്സ്റ്റിക് ആയതുകൊണ്ട് ഒരുപാട് ഷോട്ട് സ്റ്റേഡിയത്തിന്റെ അവിടെ. അപ്പൊ ഒരുപാട് ഷോട്ട് കട്ട് ചെയ്യണം, ഒരുപാട് ആംഗിൾ എടുക്കണം. അതും അന്ന് ഇന്നത്തെ പോലത്തെ വേറെ ഫിലിമിലാണ് ഇത് എടുത്തോണ്ടിരിക്കുന്നു. അനീഫ്ക വളരെ കാര്യമായിട്ട് അഭിനയിക്കുന്നുണ്ട്. എല്ലാം കഴിഞ്ഞു, ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു യൂണിക്. അപ്പോൾ ഒരു വിത്തൗട്ട് ബ്രേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. 2:30. അപ്പം അപ്പുറത്തിന് ബ്രേക്ക് ഇല്ലായിരുന്നു. അപ്പോൾ 2:30 ആയപ്പോൾ എന്നോട് വന്നിട്ട് ചോദിച്ചു കഴിഞ്ഞില്ല എൻ്റെ പോർഷൻ. ഞാൻ പറഞ്ഞു അനീഫ്ക കഴിഞ്ഞു. ഞാൻ ജോഡി ഇങ്ങനത്തെ സീക്വൻസ് എടുക്കുമ്പോൾ പറയരുതല്ലോ എന്ന് വിചാരിച്ചാ എൻ്റെ ഉമ്മ മരിച്ചു പോയി. നമുക്കൊരു വലിയ ഷോക്കായി. അപ്പോൾ ഞാൻ ആലോചിക്കാറ് ഈ മനുഷ്യൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ്. പിന്നെ അതേ ഒരു സംവിധായകനായിരുന്നു. അല്ല ഇപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സീനൊക്കെ എടുക്കുമ്പോൾ ഇനി അത് പറഞ്ഞ് ഞാൻ പോയാൽ ഈ കോമ്പിനേഷൻ പോകും, പിന്നെ സലീം ഒരു വഴിക്ക് പോകും, അച്ചോൻ ഒരു വഴിക്ക് പോകും, പിന്നെ കിട്ടാൻ പാടുപെടും എന്നൊക്കെ പറഞ്ഞിട്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് അത് ശരിക്കും നമുക്ക് തന്നെ അന്നത്തെ ദിവസം പിന്നീട് അനീഫ്കയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാം ഓർക്കുന്നൊരു മെയിൻ കാര്യം